അബ്രോഡ് പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഏത് പ്രോഗ്രാം ചൂസ് ചെയ്യണം, ഏത് കൺട്രിയാണ് ലൈഫ് സെറ്റിൽ ആവാനും കരിയർ മെച്ചപ്പെടുത്താനുമുള്ള ബെസ്റ്റ് ഓപ്ഷൻസ്, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, റിക്വയർമെന്റ്സ്, അങ്ങനെ കുറെ ഡൗട്ട്സ്. Don't worry, Herald's got you covered. USA, UK, Australia, New Zealand, Canada, Ireland, European രാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ എന്നിങ്ങനെയുള്ള 20+ ഇന്റർനാഷണൽ കൺട്രീസിൽ സ്ട്രോങ് സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പുള്ള ഹെറാൾഡ്സ് ഇന്റർനാഷണൽ പേഴ്സണലൈസ് കോഴ്സ് ഗൈഡൻസ്, പ്രൊഫൈൽ അസസ്മെന്റ്, ഫിനാൻഷ്യൽ ഗൈഡൻസ്, ലോൺ അസിസ്റ്റൻസ് ആൻഡ് വിസ പ്രോസസിംഗ് എന്നിങ്ങനെയുള്ള സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. സോ കോൺടാക്ട് us for a seamless study abroad experience. കേസിന്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. എ മാസ്റ്റർ മൈൻഡ് ബിരിയാണി തീഫ്, ദാറ്റ്സ് ഓവർ ഡീലിംഗ്. 6 മാസമായി തുടങ്ങിയിട്ട് എവിടെ ബിരിയാണി വെച്ചാൽ അതിപ്പോൾ ചെമ്പിലാണെങ്കിലും ശരി, പ്രഷർ കുക്കറിലാണെങ്കിലും ശരി, അത് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു ബിരുദൻ. ആദ്യമൊക്കെ കൊച്ചിയിൽ മാത്രമായിരുന്നു ചെമ്പ് മിസ്സിങ്. കഴിഞ്ഞ മാസം തലശ്ശേരി വെച്ചൊരു ചെമ്പ് ബിരിയാണി മിസ്സിങ് പോയി. എന്തിന്? പൊള്ളാച്ചി, ചെന്നൈയിൽ, ഇവിടെ എല്ലാം ബിരിയാണി മിസ്സിങ് പോയി. സാർ ഇതിന്റെ CCTV ഫുട്ടേജ് എന്തെങ്കിലും? ഈടോ CCTV ഫുട്ടേജ് ഒക്കെ ആദ്യം എൻ്റെ കയ്യിലല്ലേ കിട്ടുന്നത്. ഞാൻ മൊത്തം പരിശോധിച്ച അതിലൊന്നും ഒരു തേങ്ങയില്ല. കീ വിറ്റ്നസ് പോലും ആരും ഇല്ലേ? വിറ്റ്നസ് ഈടോ ഈ ബിരിയാണിക്കൊള്ളം നടക്കുന്ന 90% ഏതെങ്കിലും കല്യാണ വീട്ടിലായിരിക്കും. കല്യാണം അറ്റൻഡ് ചെയ്യുന്ന കേരളത്തിൽ 1.5 കോടി ജനത്തെ പിടിച്ച് ക്യൂ നിർത്തി ചോദ്യം ചെയ്യണോ താനീ പറയുന്നത്? പിന്നെ എന്തൊരു പോംവഴി? അതാൻ പേടിക്കണ്ട, എൻ്റെ കണക്ഷൻസ് വെച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്. നീ എന്തെങ്കിലും നടക്കണേൽ അവനിങ്ങ് വരണം. ആര് സാറേ? വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസനോ? സിനിമയിലുള്ള ആളോ? പുള്ളി വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? ഈടോ ഇതുപോലത്തെ പെക്യൂലിയർ ഫുഡ് റിലേറ്റഡ് ഒഫൻസുകൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ സീഡുകൾ വളഞ്ഞ് വഴുതേടി പോകാറുണ്ട്. വിനീത് ശ്രീനിവാസൻ ഈസ് അവർ സ്പെഷ്യൽ ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ആളൊരു ബഡേ ഫുഡ് ചെയ്യാൻ എനിക്കറിയാലോ. സാറേ എന്നാലും ഒരെന്നാലും ഇല്ലടോ. വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ പുതിയ സിനിമയായ ഒരു ജാതകത്തിൻ്റെ പ്രൊമോഷൻ കൂടി നടക്കുക. നമ്മൾ അങ്ങോട്ട് പോകുന്നു, പുള്ളിയെ കാണുന്നു, പുള്ളി നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കുന്നു. ആ ലേറ്റ് ആയിട്ടില്ലല്ലോ? പിന്നെ ഇതേ ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? ഇല്ലില്ല, അതൊന്നുമില്ല. ഞാൻ എൻ്റെ പുതിയ സിനിമേൻ്റെ പ്രൊമോഷനായിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു. ഒരു ജാതകം അല്ലേ? പ്രൊമോഷൻ്റെ പോസ്റ്ററൊക്കെ ഞാൻ കണ്ടായിരുന്നു. കുറെ കേസൊക്കെ ഉണ്ടല്ലോ. നടുക്കാനുണ്ടാ ഒരു ജാതകം. നല്ല പേര്. ഇതിലും ചെന്നൈയൊക്കെ ഉണ്ടോ? ഇതിൽ ചെന്നൈയൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ല ചെന്നൈ. ചെന്നൈയൊക്കെ ഞാൻ വിട്ടു. ജനുവരി 31 റിലീസ്. പോയി കണ്ടേക്കണം. അതൊക്കെ പറയാനുണ്ടോ വിനീതേ? ബട്ട് ഫസ്റ്റ് വി നീഡ് യുവർ ഹെൽപ്പ്. ഈ ഒരു കേസും പറഞ്ഞ് മോളിയും തെറിയാക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അടുത്ത ആഴ്ച മന്ത്രിയുടെ മോൻ്റെ കല്യാണം. അതിനെങ്ങാനും ബിരിയാണി ചെമ്പടിച്ച് പറ്റിയ ഞങ്ങളുടെ കാര്യം സീനാണ്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കള്ളനെ പിടിച്ച് പൈസ കൊടുത്തിട്ടാണല്ലോ ഈ കുറ്റം ഏറ്റെടുത്തിപ്പിക്കണം. കാം ഡൗൺ ദാഹേ. ഞാൻ കേസ് മൊത്തം വായിച്ചു. ഈ ബിരിയാണി ചെമ്പ് മോഷണം പോയ സ്ഥലത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും തോന്നിയോ? അടിച്ചു മാറ്റിയ എല്ലാ ബിരിയാണിയും മോശം ബിരിയാണിയാണ്. യെസ്. അതെങ്ങനെ സാറിന്? അജ്മൽ മന്തി ലവർ 2 മാസം മുമ്പ് ബിരിയാണി ചെമ്പ് മോഷണം പോയ ഒരു കല്യാണത്തിന് ഇവൻ പോയി ഫുഡ് കഴിച്ചിട്ട് മോശം റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞാനിന്ന് പൊള്ളാച്ചിയിൽ ഒരു കല്യാണം കൂടെ വന്നിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാലും ബിരിയാണി ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. പൊള്ളാച്ചി വരെ വന്ന വണ്ടിക്കൂലി മിച്ചം. ഈ ക്ലൂ ഒക്കെ നമ്മൾ എങ്ങനെയാണോ മിസ് ചെയ്യുന്നത്? ഇവനെ ഇപ്പൊ തന്നെ വിളിച്ചു വരുത്തി മൊഴി എടുപ്പിക്കണം. ഓക്കെ സാർ. അപ്പോൾ മോശം ബിരിയാണി അടിച്ചു മാറ്റുന്ന ഒരുത്തൻ. ബട്ട് ഹൂ ആൻഡ് വൈ? ഒരു ജാതകത്തിന്റെ ഷൂട്ട് തലശ്ശേരിയിൽ വെച്ച് നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. മിസ്റ്റർ മോഹനന്റെ മകളെ ഓടിച്ചിട്ട് കുത്തിയ 2 പൂവൻകോഴികൾ, ബാബു ആൻഡ് രാകേഷ്. കോഴികൾക്ക് പേരോ? എക്സാക്ട്ലി. ആ 2 പൂവനെയും അന്ന് രാത്രി തന്നെ അറുത്ത് കറി വെച്ച ആളാണ് ഈ മോഹനൻ. മോഹന് മൂട്ടിയുണ്ടല്ലോ, സ്വന്തം മോളെ കുത്താനിട്ട് ഓടിച്ചോണ്ടല്ലേ? അവിടെയാണ് ട്വിസ്റ്റ്. ഈ മോഹനൻ തന്നെയാണ് 2 കോഴികളെ മോളെ കുത്താൻ വേണ്ടി ഓടിച്ചു വിട്ടത്. ഹി വാസ് ട്രൈങ് ടു മേക്ക് എ റീസൺ ടു മേക്ക് ചിക്കൻ കറി. വാവ്. ദ പോയിന്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഇസ്, ആഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഏതറ്റം വരെ പോവും എന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. Damn, that's just brilliant. ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന തെണ്ടി ഒരു കട്ട ബിരിയാണി ലവറായിരിക്കും. മോശം ബിരിയാണി ഉണ്ടാക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അവനത് പിടിച്ചു കാണത്തില്ല. ആ പറഞ്ഞ പോയിന്റ് ആട്ടോ. ചിലവന്മാർ ഈ ബിരിയാണി എന്നും പറഞ്ഞ് ചിക്കൻ കറി ചോറിട്ട് കുഴച്ച് തരുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വരും. അതെ. അതുപോലെ മറ്റേ ബിരിയാണിയിൽ പൈനാപ്പിൾ വെച്ചുണ്ടാക്കുന്നവന്മാർ, ആവശ്യത്തിനധികം ഏലക്ക ബിരിയാണിയിലിട്ട് ബിരിയാണി നശിപ്പിക്കുന്നവന്മാർ, വെജിറ്റബിൾ ബിരിയാണി വിൽക്കുന്നവന്മാർ, കോൾഡ് ബ്ലഡഡ് കില്ലേഴ്സ്. മൈ ഗോഡ്, ഒത്തിരി ടാർഗറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ ആളെ പൊക്കിയില്ലെങ്കിൽ ഈ ക്രൈം ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. സാറേ, ആ വ്ളോഗർ വേഗം കിട്ടിയിട്ടുണ്ട്. അജ്മൽ മന്തിലവർ. ഗൈസ്, ഞാൻ ഇന്നൊരു സിനിമ പ്രൊമോഷൻ എവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഗൈസ്, ആംബിയൻസ് പോരാ. 2.6 out of 9. നീ വന്നേ ചോദിക്കട്ടെ. അയ്യോ വിനീതേട്ടൻ. ഗൈസ്, എന്റെ കൂടെ ഇപ്പൊ വിനീതേട്ടുണ്ട്. ഗൈസ്, വിനീതേട്ടാ, ഐ എം യുവർ ബിഗ്ഗസ്റ്റ് ഫാൻ വിനീതേട്ടാ. ഒരു ജാതകത്തിന് വെയിറ്റിംഗ് ആണ്. ഞാനിപ്പോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊളാബ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ?
MDMA അല്ല, ബിരിയാണി. അജ്മൽ കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് പോയിരുന്നു. ഇല്ല, അതെന്താ? കോട്ടയം പ്ലാസ ഹോട്ടലിൽ വെച്ച് അജ്മൽ ഒരു ബിരിയാണി കഴിച്ചു. ഒന്നല്ല, 1.5 ബീഫ് ബിരിയാണി. എന്താ വിനീതേട്ടാ ഒരുമാതിരി പോലീസുകാരെ പോലെ? ബിരിയാണിയുടെ കാര്യത്തിൽ തെറ്റ് പറ്റത്തില്ല അജ്മലെ. ഇറ്റ്സ് മൈ ഹാപ്പി പ്ലേസ്. ഇപ്പം മനസ്സിലായി ഞാനെന്തിനാ വിനീതിനെ ഈ കേസ് ഏൽപ്പിച്ചെന്ന്. അല്ല, എന്നാലും ഒരാഴ്ച മുമ്പ് കഴിച്ച ബീഫ് ബിരിയാണി എങ്ങനെ? ഇറ്റ്സ് സിമ്പിൾ. അജ്മലിന്റെ പല്ലിൽ ഇപ്പോഴും ബീഫിന്റെ ചെറിയ നാരുകളുണ്ട്, ടൈനി ഫ്രാഗ്മെന്റ്സ്. പിന്നെ ഇവന്റെ വ്ളോഗ് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവൻ പല്ലിയെ കയറില്ലെന്ന്. ഒരാഴ്ച പഴകിയ ബീഫ് എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് കടന്ന അത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പിന്നെ എവിടത്തെ ഫുഡ് അജ്മലെ. ആ ശരിയാ, ഞാൻ കോട്ടയത്ത് പോയായിരുന്നു ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ. പക്ഷെ കല്യാണം കൂടെ മാത്രമല്ല നീ പോയത്. ആസ് പെർ റിപ്പോർട്ട്സ് അവസാനമായി ബിരിയാണി ചെമ്പ് മോഷണം പോയത് കോട്ടയത്ത് വെച്ച ഒരാഴ്ച മുമ്പ്. നീയാണ് കില്ല. നീ കില്ല. കിട്ടിക്കഴിഞ്ഞാ അവന്റെ പി വെട്ടി കായലിൽ കളഞ്ഞേക്ക്. ബ്ലഡി ബിരിയാണി തീഫ്. താങ്ക് യു സാർ. കർത്താവാണ് കള്ളൻ ഇത്രയും പെട്ടെന്ന് പോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇറ്റ്സ് മൈ പ്ലേഷർ. നന്ദി വർഷലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു ജാതകത്തിന്റെ പ്രൊമോഷൻ തുടങ്ങാനായി പോകാൻ സമയം. ബൈ. എത്ര നന്ദി പറഞ്ഞാലും തികയോ വിനീതേ. ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാന വർണ്ണ ചിത്രമാണ് വിനീത്. മതിതാഹേ അഭിമാന വർണ്ണ ചിത്രം എന്നൊക്കെ. അപ്പൊ ശരി, ഓക്കെ. അങ്ങനെ ആ കേസും ക്ലോസ്ഡ്. വിനീതൻ ഇത്രയും വലിയ സംഭവം ഞാൻ വിചാരിച്ചില്ല. ഒരു ജാതി ജാതകം, മഹാസുബേർ, ഡയറക്റ്റഡ് ബൈ M. മോഹനൻ, റിട്ടൺ ബൈ രാകേഷ് മന്തൂരി. മോഹനൻ, രാകേഷ് മന്തൂരി. ചേട്ടാ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടായിരുന്നല്ലോ. വൺ മിസ്റ്റർ മോഹനന്റെ മകളെ ഓടിച്ചിട്ട് കുത്തിയ 2 പൂവൻ കോഴികൾ, ബാബു ആൻഡ് രാകേഷ്. ബാബു ആന്റണി, നിഖില വിമൽ. നിഖില. നീയാണ് കില്ല. നീ കില്ല. നിഖില വിമൽ. കുഞ്ഞികൃഷ്ണൻ ബേബി. അവന്റെ പി വെട്ടി കായലിൽ കളഞ്ഞേക്ക്. കുഞ്ഞികൃഷ്ണൻ PP. വർണ്ണചിത്ര. അഭിമാന വർണ്ണ ചിത്രം എന്നൊക്കെ. വർണ്ണചിത്ര. ഹലോ സാറേ. ആ ഫുഡ് ബ്ലോഗർ പയ്യനെ കിട്ടിയോ? അവനെ കിട്ടി സാറേ, പക്ഷെ അവൻ വേറെ നാടൊക്കെയാ പറയുന്നത്. എന്ത് സാറേ, അവൻ ബിരിയാണി ഒന്നും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. അവൻ ഈ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സ്റ്റോറി ഇട്ട് കൊടുക്കാൻ പറ്റിക്കുക പരിപാടി. താൻ എന്തോടെ പറയുന്നത്? ആന്നേ സാറേ, ഇപ്പൊ അവൻ എന്നെയും കുടിക്കേണ്ട ഹോട്ടലിൽ കയറ്റിട്ട് സ്റ്റോറി ഇട്ട് കൊടുക്കാൻ പറ്റിച്ചോണ്ടിരിക്കുക. സാറേ, നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എടോ, വിളിച്ചു വരുത്തിയിരുന്ന് പുകച്ചു തള്ളാണ്ട് കാര്യം പറ. സാറേ, നമ്മൾ ഉദ്ദേശിക്കുന്ന ബിരിയാണി തീഫ് അജ്മൽ മന്തി ലവർ അല്ല. പിന്നെ ഇറ്റ്സ് വിനീത് ശ്രീനിവാസൻ. ഒന്ന് പോണോ? അതെ സാറേ, ഇത്ര നേരം വിനീത് നമ്മളോട് പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഒരു ജാതി ജാതകത്തിലെ കാസ്റ്റ് ആൻഡ് ക്രൂവാ. M. മോഹനൻ ഡയറക്ടർ, രാകേഷ് മന്തോടി റൈറ്റർ, നീക്കില്ല എന്നല്ല നിഖില വിമൽ, PP കിട്ടിക്കളയെന്ന് പറഞ്ഞത് കുഞ്ഞികൃഷ്ണൻ PP. എടോ, പക്ഷേ ഈ ചെമ്പ് മോഷണം പോയതൊക്കെ തലശ്ശേരിയും പിന്നെ തമിഴ്നാടും ഒക്കെ. തലശ്ശേരി. 1 മാസം മുമ്പ് വിനീത് ശ്രീനിവാസൻ ഒരു ജാതി ജാതകത്തിന്റെ ഷൂട്ടിങ്ങിന് പോയ സ്ഥലം അപ്പൊ ചെന്നൈയോ? ചെന്നൈ. വിനീത് ശ്രീനിവാസൻ ചെന്നൈ, ദി ചെന്നൈ സ്റ്റാർ. പക്ഷെ വിനീതിനെ പോലെ ഒരു മൂവി സ്റ്റാർ എന്തിനാണോ ബിരിയാണി കക്കുന്നത്? അങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചാൽ പോരെ. സാറേ, മോശമായ ബിരിയാണി ഉണ്ടാകുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല. ആരെയും മോശമായ ബിരിയാണി ഉണ്ടാക്കിയ പുള്ളിക്കാരൻ അത് തട്ടിക്കൊണ്ടുപോയി പിന്നെ അത് കൊച്ചി കായലിൽ പൊങ്ങും. ഓ ഗോഡ്, ഞാനിപ്പോ തന്നെ ഹെഡ് ഓഫീസിൽ വിളിച്ചു പറയാം. വി ഷുഡ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. തൽക്കാലം ഞാൻ ഈ എവിഡൻസ് എല്ലാം കൊണ്ടുപോവാ. സെബാസ്റ്റ്യൻ, യെസ് സർ. ഗുഡ് ജോബ്.
താങ്ക് യു സർ. എന്നാലും എൻ്റെ വിനീതാട്ടാ ബിരിയാണി കള്ള. ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല. ഈടോ CCTV ഫുട്ടേജൊക്കെ ആദ്യം എൻ്റെ കയ്യിലല്ലേ കിട്ടുന്നത്. ഞാൻ മൊത്തം പരിശോധിച്ച് അതിലൊന്നും ഒരു തേങ്ങയില്ല. അതാൻ പേടിക്കണ്ട, എൻ്റെ കണക്ഷൻസ് വെച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്, വിനീത് ശ്രീനിവാസൻ. ഇപ്പം മനസ്സിലായി ഞാനെന്തിനാ വിനീതിനെ ഈ കേസ് അയപ്പിച്ചതെന്ന്. സാറ് 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 വിനീതിൻ്റെ വിനീത് എൻ്റെ കോസ്റ്റാറാണ്. എൻ്റെ ആദ്യത്തെ പടമല്ലേ ഇത്. നിനക്ക് അഭിനയിക്കണം. റോളിംഗ് ആക്ഷൻ. The point I'm trying to make is ആഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല.